ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ യൂട്യൂബ് ചാനൽ. സോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ബയോളജിയിൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയ ചാപ്റ്റർ 3യുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ചാപ്റ്റർ 3 എന്ന് പറയുന്ന കുറച്ച് ഹോർമോൺസിന്റെ കളിയാണ് ചാപ്റ്റർ 3 ആയ സമസ്ഥിതിക്കായിട്ടുള്ള രാസസന്ദേശങ്ങൾ അഥവാ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്ന മൂന്നാമത്തെ ബയോളജിയിലെ ചാപ്റ്റർ കുറച്ച് ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലെ എല്ലാ ഹോർമോൺസും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകണ ഓരോ ഗ്രന്ഥികളും അല്ലെങ്കിൽ ഓരോ ഗ്ലാൻഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഏതാണെന്ന് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോവുകയാണ്. സോ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. സോ നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ഗ്ലാൻഡാണ് പാൻക്രിയാസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പാൻക്രിയാസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺസ് ആണ്, ഒന്ന് ഇൻസുലിനും അതുപോലെ തന്നെ ഗ്ലൂക്കഗോണും. മലയാളം മീഡിയത്തിലുള്ളവർക്കുണ്ട്. പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺസ് ആണ് ഇൻസുലിനും അതുപോലെ തന്നെ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഗ്ലാൻഡ് ആണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് മലയാളത്തിൽ പറയും. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺസ് ആണ് തൈറോക്സിനും അതുപോലെ തന്നെ കാൽസിറ്റോണിനും. പഠിച്ചു വെക്കുക, തൈറോക്സിനും കാൽസിറ്റോണിനുമാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. തൈറോക്സിനും കാൽസിറ്റോണിനും. മൂന്നാമത്തെ ഗ്രന്ഥിയാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി. പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതോർമോൺ ആണ്. പാരാതൈറോയ്ഡ് ഗ്രന്ഥി പാരാതോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് രണ്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയും പാരാതൈറോയ്ഡ് ഗ്രന്ഥിയും പഠിച്ചു വെക്കാൻ, രണ്ടും മാറിപ്പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അടുത്തത് തൈമസ് ഗ്രന്ഥിയാണ്. തൈമസ് ഗ്ലാൻഡ് ആണ് തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. തൈമോസിൻ യുവത്വ ഹോർമോൺ എന്നും അറിയപ്പെടുന്നു. സോ അടുത്ത ഹോർമോൺ ആണ് അഡ്രിനൽ ഗ്രന്ഥി. അഡ്രിനൽ ഗ്രന്ഥി അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, കോർട്ടിസോൾ, അൽഡോസ്റ്ററോൺ, സെക്സ് ഹോർമോൺസ്, ഇങ്ങനെ 5 ഹോർമോൺസ് പുറപ്പെടുവിക്കുന്നു. അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, കോർട്ടിസോൾ, അൽഡോസ്റ്ററോൺ, ലൈംഗിക ഹോർമോണുകൾ എന്നിങ്ങനെ 5 അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിൽ ഈ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും മെഡുല്ലയിലും, കോർട്ടിസോൾ, അൽഡോസ്റ്ററോൺ, ലൈംഗിക ഹോർമോണുകൾ എന്നിവ കോർട്ടക്സിലും കാണപ്പെടുന്നു. അടുത്ത ഹോർമോണാണ് പൈനിയൽ ഗ്രന്ഥി അഥവാ പൈനിയൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. മെലാറ്റോണിനാണ് പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ, മെലാറ്റോണിൻ എന്നറിയപ്പെടുന്നു. അടുത്തത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. സൊമാറ്റോട്രോപ്പിൻ, വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്ന സൊമാറ്റോട്രോപ്പിനെ ഉൽപ്പാദിപ്പിക്കുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സൊമാറ്റോട്രോപ്പിനെ ഉൽപ്പാദിപ്പിക്കുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സൊമാറ്റോട്രോപ്പിനെ മാത്രമല്ല മറ്റ് ചില ഹോർമോണുകളും കൂടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് TSH അഥവാ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ACTH അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, GTH ഗൊണാഡോട്രോപിക് ഹോർമോൺ, പ്രൊലാക്റ്റിൻ, ഓക്സിറ്റോക്സിൻ, വാസോപ്രസിൻ. TSH അഥവാ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് TSH അഥവാ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ACTH എന്ന് പറഞ്ഞാൽ അഡ്രീനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് ACTH. ഗൊണാഡോട്രോപിക് ഹോർമോൺ പുരുഷന്മാരിൽ വൃഷണങ്ങളായ പ്രവർത്തനം, സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് GTH. സെക്സ് ഹോർമോൺസിനെ ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനം. വളർച്ചാ ഹോർമോൺ അഥവാ സൊമാറ്റോട്രോപ്പിൻ എന്നറിയപ്പെടുന്നത് ശരീര വളർച്ചയ്ക്ക് വേണ്ടിയാണ് സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് മുലപ്പാൽ ഉൽപ്പാദനമാണ്, ടു പ്രൊഡ്യൂസ് മിൽക്ക്. ഓക്സിറ്റോക്സിൻ എന്ന് പറഞ്ഞ ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കാനാണ്, മുലപ്പാൽ ചുരത്താനും സഹായിക്കുന്നു. വാസോപ്രസിൻ വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്നു. വാസോപ്രസിൻ നിങ്ങൾ പഠിച്ചു വെക്കുക. വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാസോപ്രസിനും ജലവുമായിട്ടുള്ള അളവ് എങ്ങനെ ക്രമീകരിക്കപ്പെടുന്നു എന്നുള്ള ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ ആ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചു വെക്കുക. അടുത്തൊരു ഹോർമോണാണ് സെക്സ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ടെസ്റ്റോസ്റ്റെറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവയാണ് 3 സെക്സ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ടെസ്റ്റോസ്റ്റെറോൺ പുരുഷന്മാരിലും ഈസ്ട്രജനും പ്രൊജസ്ട്രോണും സ്ത്രീകളിലുമാണ് കാണപ്പെടുന്നത്. മലയാളത്തിൽ ലൈംഗിക ഹോർമോണുകൾ ടെസ്റ്റോസ്റ്റെറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. ടെസ്റ്റോസ്റ്റെറോൺ പുരുഷന്മാരിലും ഈസ്ട്രജൻ പ്രൊജസ്ട്രോണും സ്ത്രീകളിലുമാണ് കാണപ്പെടുന്നത്. ഇനി ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്ലാന്റ് ഹോർമോൺസ് ആണ് അഥവാ സസ്യ ഹോർമോണുകൾ. സസ്യ ഹോർമോണുകളാണ് പഠിക്കാനുള്ളത്. ഇതിന് സാധാരണ 1 മാർക്കിനും അതുപോലെ തന്നെ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക എന്ന് പറഞ്ഞ് ചോദ്യം വരുന്നതാണ്. അതുകൊണ്ട് പഠിച്ചു വെക്കുക. ഫസ്റ്റത്തെയാണ് ഓക്സിൻ, സെക്കൻഡ് ജിബർലിൻ, തേർഡ് സൈറ്റോകിനിൻ, ഫോർത്ത് അബ്സസിക് ആസിഡ് ആൻഡ് ലാസ്റ്റ് വൺ എഥിലിൻ. ഓക്സിൻ, ജിബർലിൻ, സൈറ്റോകിനിൻ, അബ്സസിക് ആസിഡ്, എഥിലിൻ. ഇത് 5 പഠിച്ചു വെക്കുക. ഈ 5 1 മാർക്കിനോ അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാൻ പറഞ്ഞ് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇതും ഈ ഒരു ഹോർമോൺസിന്റെ ധർമ്മവും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വാസോപ്രസിനും പിന്നെ കാൽസിറ്റോണിൻ ആൻഡ്
തൈറോക്സിൻ, പാരാതോർമോൺ, ഈ ഒരു ഗ്രന്ഥിയും പിന്നെ ഇൻസുലിനും പ്രമേഹവും, ഇത് രണ്ടും പ്രമേഹവും പറ്റിയുള്ള കാര്യങ്ങളും ചോദിക്കും. സോ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു 7 ഹോർമോൺസ്, സോറി 6 ഹോർമോൺസ് പിന്നെ സസ്യ ഹോർമോണുകൾ പഠിച്ചു വെക്കുക. നിങ്ങളുടെ ബയോളജിയുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിരിക്കും. സോ ഇതുപോലുള്ള ഇനിയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ SSLC പഠിക്കുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കുക. സോ ഇതുപോലത്തെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി വീണ്ടും കാണാം. ബൈ.